അരവശ്ശേരി മുഹമ്മദ്, അദ്ദേഹം CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. സാധാരണ CPM വിപ്ലവ പാർട്ടിയാണ്. CPM വിപ്ലവം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അവർ അങ്ങനെയാണ്. CPM വിപ്ലവം ഉണ്ടാക്കുന്ന എപ്പോഴും CPM-ന് വളരാനും ജനങ്ങളെ CPM-ലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ആദ്യമായിട്ടൊരു നേതാവ് കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ വെച്ചിരിക്കുകയാണ്, KC വേണുഗോപാലിന് വേണ്ടി. കോൺഗ്രസിലെ വിപ്ലവം എന്നതിനേക്കാൾ ഉപരി എരുതിയിൽ എണ്ണയൊഴിച്ച് നിലവിലുള്ള തർക്കങ്ങളെ ഒന്നും കൂടി രൂക്ഷമാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം അവിടെ നടത്തിയതെന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. കാരണം ഏതായാലും CPM-നെ സംബന്ധിച്ച് കോൺഗ്രസ് ജയിച്ച് കയറുക അല്ലെങ്കിൽ കോൺഗ്രസിൽ കാര്യങ്ങൾ ഭംഗിയായി നീങ്ങുക എന്നുള്ളത് ഒരിക്കലും CPM-നെ സംബന്ധിച്ച് അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, കോൺഗ്രസിൽ അടിയുണ്ടാകുക, തർക്കങ്ങൾ രൂക്ഷമാകുക, അതിന് കിട്ടിയൊരവസരം, നിലവിൽ ആ തർക്കമുണ്ട്, അതിനെ കുറച്ചും കൂടി എരുതിയിൽ എണ്ണയൊഴിച്ച് അവർ ശക്തമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും കേരള പോലീസ് പുള്ളിയെ കണ്ടുപിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. അതിൽ ഏറ്റവും രസകരമായ കാര്യം ഇന്ന് നമ്മുടെ എവിടെ പോയി കഴിഞ്ഞാലും മുക്കിൽ മൂലയ്ക്കും CCTV ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലും അത്തരം ഒരു വസ്തുത പോലും അദ്ദേഹം മനസ്സിലാക്കാതെ കാണിച്ചത് ശരിക്കും മണ്ടത്തരം എന്നും കൂടി വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ മൊഴിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുള്ള അദ്ദേഹം പറയുന്നത് CCTV ചതിക്കുമെന്ന് കരുതിയില്ല, ക്യാമറ കേടായിരുന്നു എന്ന ധൈര്യത്തിലായിരുന്നു ഇങ്ങനെ ഫ്ലെക്സ് വെച്ചതെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഞാനാണ് ഫ്ലെക്സ് വെച്ചതെന്ന് പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. അതായത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് CPM നേതാവ് ഫ്ലെക്സ് വയ്ക്കുകയാണ്. എന്നിട്ടും പാർട്ടി ഇതുവരെ, ഈ വാർത്ത വന്നിട്ട് ഇപ്പം മണിക്കൂറുകളായി, പാർട്ടി ഇതുവരെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ ഈ പാർട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കുമോ ഈ ഒരുപക്ഷെ അങ്ങനെയാണ് ചെയ്തത്? ഒരുപക്ഷെ അങ്ങനെയാണ്. കാരണം ഈ രീതിയിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഈ KC മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഇപ്പം വിമർശനങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞു. ഒരുപക്ഷെ മറ്റ് നടപടികളിലേക്ക് കിടക്കേണ്ട സമയം ഇതിനോട് അതിക്രമിച്ചു കഴിഞ്ഞു. ഇവിടെ പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാത്ത തരത്തിൽ ഇവർ അത് കണ്ട് രസിച്ച് കുറച്ചും കൂടി ആസ്വദിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പിന്നിൽ പാർട്ടിയുടെ അറിവ് കാണാം എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നതിനെ പറ്റി വലിയ ചർച്ചകളുണ്ട്. ഫ്ലെക്സ് വയ്ക്കുന്നത് ഹൈക്കമാൻഡ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഇനി ആരോടും വയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രകടനം നടത്തി ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സോട് VD സതീശൻ അനുകൂലികൾ വലിച്ചു കീറിയെന്നാണ് പറയുന്നത്. പക്ഷേ VD പറയുന്നത് ഞാനിതൊന്നും അറിഞ്ഞിടയില്ല എന്ന് ഈ ഒരു സംഭവത്തിന് ചൂണ്ടിക്കാട്ടി അവർക്ക് വേണമെങ്കിൽ ഇനി അത് ന്യായീകരിക്കാം. കാരണം ഇത്തരം സംഭവങ്ങൾ ഇതിനിടയിൽ CPM-കാരെ നുഴഞ്ഞു കയറി വലിച്ചു കീറുന്നതും അത്തരത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പറഞ്ഞ ഒരുപക്ഷെ ഇവർക്ക് ന്യായീകരിക്കാൻ സാധിക്കും. അപ്പോൾ CPM-ന്റെ ആ ഒരു പ്രവൃത്തി ശരിക്കും കുറച്ചുകൂടി വളമായത് കോൺഗ്രസിന് തന്നെയാണ്. പക്ഷേ ഞാൻ കാണുന്നത് ഇപ്പോൾ VD സതീശൻ്റെ പ്രതിഷേധ പ്രകടനം തിരുവനന്തപുരത്ത് നടത്തിയത് VD സതീശൻ അനുകൂലികളാണ്. അപ്പോൾ അതിലേക്ക് CPM-മാർ നുഴഞ്ഞു കയറി ചെയ്തതാകാം. എന്നാൽ പോലും ആ പ്രകടനം ആഹ്വാനം ചെയ്തെടുത്താണ് ആ പ്രശ്നം വരുന്നത്. പക്ഷേ ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ KCക്ക് വേണമെങ്കിൽ പറയാം, KCയുടെ ഫ്ലെക്സ് വെച്ചത് ആരെന്നൊന്നും ആരും കണ്ടിട്ടില്ല. കേരളത്തിലുടനീളം എൻ്റെ ഫ്ലെക്സ് വെച്ചത് CPM-മാരാണെന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിനെയും VD സതീശനെയും രാഹുൽ ഗാന്ധി നിർത്തിപ്പിടിച്ചത് ഈ ഫ്ലെക്സിൻ്റെ പേരിലാണ്. ആ ഫ്ലെക്സ് എനിക്ക് ഒരു പങ്കുമില്ല, എന്നെ ചതിക്കാൻ വേണ്ടി വച്ചതാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ക്ലെയിം KC വേണുഗോപാലിന് കൂടുതലല്ലേ ചെയ്യുന്നത് ഈ ഒറ്റ സംഭവത്തോടുകൂടി. ഞാൻ ബോർഡ് വെച്ചത് എൻ്റെ പ്രസ്ഥാനത്തോട് ഏറ്റവും എതിരെയുള്ള പ്രസ്ഥാനത്തിനെതിരെയാണെന്നാണ് ഈ ബോർഡ് വെച്ച ആൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഈ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം വരുന്നത്, ഇത്രയും മണ്ടത്തരമൊക്കെ ചെയ്യുന്നത്. CPM-ന്റെ സൈബർ സഖാക്കൾ കാണിച്ച ഒരുപാട് മണ്ടത്തരങ്ങളാണ് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്തിയത്. നമ്മൾ കണ്ടിട്ടുണ്ട്. പേരാമ്പ്രയിൽ അടക്കം സംഭവിച്ചതും കാഫിർ സ്ക്രീൻഷോട്ട്, അത് ഒരു നാഥനില്ലാതാക്കാനുള്ള ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞു. ഇപ്പം തന്നെ പാണക്കാട് തങ്ങൾക്കെതിരായ കേസ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വർഷം തന്നെയല്ലേ ഇപ്പം സംഭവിച്ചത്? അതെ, അവർ അതായത് CPM അവരുടെ ഒരു പഴയ രീതിയിലുള്ള ശ്രമങ്ങൾ അവർ നടത്തി. എന്നാൽ അതൊന്നും ക്ലിക്കാവുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പണ്ട് വിജയിച്ചിട്ടുണ്ടാകാം, അതായിരിക്കാം അവർക്ക് ഇത്തരം മണ്ടത്തരങ്ങൾ പിന്നെയും തുടർന്ന് ചെയ്യാനുള്ള ഒരു ആവേശം അതായിരിക്കാം അവർക്ക് തോന്നുന്നത്. എന്നാൽ ഇപ്പം ഇതുപോലുള്ള CCTV പോലുള്ള സജ്ജീകരണങ്ങൾ വരുമ്പോഴത്തേക്കും ഇത്തരം മണ്ടത്തരങ്ങളുള്ള ഇനിയും പുറത്തെടുക്കാതിരിക്കുക എന്നും കൂടി അവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പം ഈ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം CPM ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണ്. അത്തരം മണ്ടത്തരങ്ങളാണ് ഇവരെ ഇത്രയും വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിൽ എത്തിച്ചതെന്ന് പറയുന്നുണ്ട്. വീണ്ടും ഫ്ലെക്സ് കൊണ്ടുവച്ച് വീണ്ടും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ CPM അപമാനപ്പെട്ടിരിക്കുന്നു. വേണമെങ്കിൽ KC പറഞ്ഞിട്ടാണ് വച്ചതെന്നൊക്കെ പറയാൻ പോലും പറ്റാത്ത അത്ര ദുർബലമായി ഈ ഓഡിയോ വന്നതോടെ കാര്യങ്ങൾ മാറി. എന്താണ് CPM ഇനി പ്രതിപക്ഷത്തായി കഴിഞ്ഞു, കൂടുതൽ കരുതലെടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഇപ്പം നിലവിൽ CPM-ന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവർ
അവരുടെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. അത് അവർ പുറത്ത് ഈ കോൺഗ്രസിനെ പോലെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അടി പുറത്ത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുള്ളിൽ നല്ല രീതിയിൽ വിമർശനങ്ങളുണ്ട്. പിണറായി എന്ന നേതാവിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പം നിലവിലെ ഒരു പ്രതിപക്ഷമായിട്ട് നിന്ന് പ്രകടനം നന്നാക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനായിരിക്കും അവർ ഒരുപക്ഷെ ആദ്യം ശ്രമിക്കുക. ഈ സംഘടന എന്ന നിലയിൽ ആദ്യം CPM ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട ഇത്തരം കോൺഗ്രസിലുള്ള അടി മൂപ്പിക്കലല്ല ചെയ്യേണ്ടത്. പകരം CPM-ന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിന് CPM-ൽ ഒരു വലിയ വിഭാഗം എതിരാണ്. പക്ഷേ ഇപ്പോഴും സംഘടനയ്ക്കുള്ളിൽ അതിശക്തമായി പിണറായി അനുകൂലികൾ തന്നെയാണ് അതിൻ്റെ സ്ഥാനങ്ങളിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പം ഇത്തരം സംഭവങ്ങൾ CPM-ന് തീർത്ത് നാണക്കേട് തന്നെയാണ്. അതെ, അതിൽ ഈ പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ ഇപ്പോഴെങ്കിലും ഇവർക്ക് തോന്നി എന്നുള്ളത് ഒരു വലിയ കാര്യം. കാരണം ഇതുവരെ പിണറായി പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ലാത്ത അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് MV ഗോവിന്ദനൊക്കെ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും ഒരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പിണറായി വിജയനെ തിരുത്തേണ്ട കടമയാണ് സഖാക്കൾക്ക് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കേണ്ട സാഹചര്യമല്ല എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അങ്ങനെ ഒരു വിപ്ലവം, അതായത് കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോയാൽ CPM-ന്റെ അടിത്തറ ഇനിയും ദുർബലമാവും. ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ കേരളത്തിന് സംഭവിക്കും. സ്വാഭാവികമായിട്ടും ആളുകൾ മറ്റു പാർട്ടികളിൽ പ്രത്യേകിച്ച് BJP പോലുള്ള ഒരു വലിയ അവസരമാണ്. CPM-കാരും BJP-യിലേക്ക് പോകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ പാർട്ടി ക്ഷയിച്ചു തുടങ്ങുമ്പോൾ അത് BJP-ക്ക് വളർച്ചയ്ക്കും കുറെ കൂടി ഗുണകരമായി മാറത്തേ ഉള്ളൂ. അതായത് VD സതീശനെയും KC വേണുഗോപാലിനെയും കൂടെ, എൻ്റെ അഭിപ്രായമാണ്, VD സതീശനെയും KC വേണുഗോപാലിനെയും കൂടെ തമ്മിലടിപ്പിച്ച് കോൺഗ്രസിനെ ദുർബലമാക്കാൻ CPM ശ്രമിച്ച കേരളത്തിന് അതിൻ്റെ ലാഭവും കിട്ടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ BJP-ക്കായിരിക്കും. കോൺഗ്രസിൽ നിന്ന് നിരാശരായി പോകുന്നവർ ഒരിക്കലും ഈ സാഹചര്യത്തിൽ CPM വരത്തില്ല. അവർ കൂട്ടത്തോടെ ബൾക്കായിട്ട് പോകുന്നത് BJP-യിലായിരിക്കും. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ മുസ്ലിം ലീഗ് നിൽക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് ഇവിടെ തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞ മറ്റ് ഇതിൽ നിരാശരാകുന്ന ഒരു വിഭാഗം കൂടുതലും പോകാൻ അതും കൂടെ മനസ്സിലാക്കി വേണം ഈ കോൺഗ്രസിനെ ഇത്തരത്തിൽ താറടിച്ച് കാണിക്കാനുള്ള ഈ CPM-ന്റെ പദ്ധതികൾ എന്ന്. അങ്ങനെ താറടിച്ച് കാണിക്കരുത്. കാണിച്ചാൽ അത് ആത്യന്തികമായി ദോഷം ചെയ്യുന്ന അവർക്ക് തന്നെ ആയിരിക്കൂലേ. അതെ, ഇപ്പം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഭരണപക്ഷത്ത് അടി നടക്കുന്നതിനാലാണ് പ്രതിപക്ഷ നേതാവ് ആരെന്ന് എന്നുള്ള അത്തരം ചർച്ചകൾ ഒരുപക്ഷെ ഒതുങ്ങിപ്പോവുകയാണ്. ഇല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ആരെന്ന് കണ്ടെത്തുന്ന പോലെ തന്നെ പ്രധാനമാണ്. അതായത് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് കണ്ടെത്താൻ വൈകുന്നു. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 നേതാക്കളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് ഇപ്പോഴും ഈ പിണറായിയുടെ പേര് അത്ര ഉറപ്പോടെ അല്ല മാധ്യമങ്ങൾ. പിണറായി പറയുന്നു, അതുപോലെ ബാലഗോപാൽ, ഇവർ രണ്ടുപേരുടെയും പേര് ഒരു അത്ര ഉറപ്പില്ലാതെ ആണ് പറഞ്ഞു തീർക്കുക. അപ്പോൾ ഈ ഭരണപക്ഷത്തെ തർക്കങ്ങളുടെ ഇടയിൽ ഇത് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സമിതിയിലൊക്കെ PJ രാജൻ വന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. സാധാരണ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2 മണിക്കൂർ ചേരുന്ന സെക്രട്ടേറിയറ്റാണ് 10 മണിക്കൂറിലേറെ നീണ്ടത്. അവിടെ പിണറായി വിജയനെ പരസ്യമായി തന്നെ പലരും വിമർശിച്ചു എന്നാണ് പറഞ്ഞത്. ശൈല ടീച്ചർ തൻ്റെ തോൽവിയുടെ കാരണം പിണറായി ആണെന്ന് പരോക്ഷമായി തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ CPM-ൽ അടിയുണ്ടാക്കുമ്പോഴാണ് ഫ്ലെക്സ് വെച്ച് കോൺഗ്രസിനെ തകർക്കാനുള്ള CPM-ന്റെ ശ്രമം.